ഒരു പ്രധാന വാർത്തയിലേക്ക്. ജിഷ വധക്കേസിൽ അമറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സാലിഹ് നൽകും. സാലി, എന്തൊക്കെയാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ? ആസാം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിന് കേസിൽ വധശിക്ഷ വിധിച്ചിരുന്നു. അതിനെതിരെ അമീറുൽ ഇസ്ലാം ഒരു അപ്പീൽ ഹർജി കൊടുത്തിരുന്നു. ആ അപ്പീൽ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ശിക്ഷാവിധിക്കെതിരായ അപ്പീൽ തള്ളി, ഒപ്പം വിചാരണ കോടതി ഉത്തരവ് ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. അതിനർത്ഥം അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ എന്നുള്ളതാണ്, തൂക്കുകയർ തന്നെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഏതായാലും വളരെ വിവാദമായ സുപ്രധാനമായ ഒരു കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അപ്പീൽ ഹർജിയിൽ വിധി ഉണ്ടായിരിക്കുന്നത്. വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. ഇനി ഇയാളെ തൂക്കിലേറ്റാം. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കിയാൽ ഇയാളെ തൂക്കിലേറ്റുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു അപ്പീൽ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ വാദം കേട്ടിരുന്നു. അമീറുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട വാദം താൻ നിരപരാധിയാണ്, തെളിവുകളെല്ലാം പോലീസ് പിടിച്ചെടുത്തതാണ്, തന്നെ പിടികൂടിയ ശേഷമാണ് തെളിവുകൾ ഉണ്ടാക്കിയത്, വിഷയം എനിക്ക് മുൻപരിചയമില്ല തുടങ്ങി തന്നെ കുറ്റവിമുക്തനാക്കണം, തന്റെ വധശിക്ഷ റദ്ദാക്കണം, രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു അപ്പീൽ ഹർജിയായിരുന്നു അമീറുൽ ഇസ്ലാം കോടതിയിൽ നൽകിയിരുന്നത്. അതിൽ വിശദമായ വാദം കോടതി കേട്ടു. അതിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇനി അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ തന്നെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കോടതി ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ മറ്റൊരു നടപടിക്രമവും ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് സാധാരണ വിചാരണ കോടതികൾ വധശിക്ഷ വിധിക്കുന്ന പ്രതികളുടെ ഒരു മിറ്റിഗേഷൻ അന്വേഷണം എന്നൊരു നടപടിക്രമമുണ്ട്. അതായത് കുറ്റവാളികളുടെ സാമൂഹ്യ, സാമ്പത്തിക, മാനസിക സാഹചര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിലധികൃതരോട് കോടതി നിർദ്ദേശിക്കും. അത് ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി തുടങ്ങി വെച്ചൊരു നടപടിക്രമമാണ്. രാജ്യസഭയിലും എല്ലാ കോടതികളിലും അത് പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശമാണ്. അതിനനുസരിച്ച് വധശിക്ഷ നടപ്പാക്കേണ്ട ആളുകളുടെ ശിക്ഷ സംബന്ധിച്ച്, അവരുടെ കുറ്റവാളികളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച്, അയാളുടെ മാനസികാവസ്ഥ സംബന്ധിച്ച് ഒക്കെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിലധികൃതരോട് നിർദ്ദേശിച്ചിരുന്നു. ആ റിപ്പോർട്ടും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ഒരു തീരുമാനം വേണം എന്ന അപേക്ഷ സർക്കാരും കൊടുത്തിരുന്നു. എല്ലാം ചേർത്താണ് ഇപ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. താൻ നിരപരാധിയാണെന്ന പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. 2016 ഏപ്രിൽ 28-ന് പെരുമ്പാവൂരിലെ കനാൽ പുറമ്പോക്കിലെ വീട്ടിലാണ് ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നത്. വളരെ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടാണ് വീട്ടിനുള്ളിൽ ആ യുവതി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കണ്ടെത്തുന്നത്. തുടർന്ന് കേസന്വേഷണം ആരംഭിച്ചു. ആദ്യം ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘത്തിന് പ്രതിയെ കണ്ടെത്താനോ ഒന്നും കഴിഞ്ഞില്ല. വലിയ വിവാദമായി, രാഷ്ട്രീയ വിവാദമായി സംഭവം മാറി. പിന്നീട് അതിനിടയിൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായി. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. തുടർന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ സുപ്രധാനമായ തീരുമാനങ്ങളിലൊന്ന് ഈ അന്വേഷണത്തിന് വേണ്ടി ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനായിരുന്നു. അന്ന് തന്നെ അന്വേഷണ സംഘം ചുമതലയേൽക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പുതിയ സർക്കാർ അധികാരം വെച്ച് ദിവസങ്ങൾക്കകം ജൂൺ 14-ന് കാഞ്ചീപുരത്ത് വെച്ച് ഇയാൾ പിടിയിലായി. ഈ അമീറുൽ ഇസ്ലാം എന്ന ആസാം സ്വദേശി. അങ്ങനെയാണ് ഈ കേസിൽ ഇയാളുടെ ചിത്രം വരുന്നത്. തുടർന്ന് വിശദമായ അന്വേഷണവും തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തി. 2017 ഡിസംബർ 14-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിൽ ശിക്ഷ വിധിച്ചു. ഇതിലെ ഏക പ്രതിയെ അമീറുൽ ഇസ്ലാമിന് തൂക്കുകയറായിരുന്നു അന്ന് കോടതി വിധിച്ചത്. അതിന് കോടതി തെളിവായി സ്വീകരിച്ചത് ദൃക്സാക്ഷികളില്ലാത്ത അപൂർവമായ ഒരു കേസാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു, സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിണക്കി കൃത്യമായി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൊലപാതകം, ബലാത്സംഗം, മാരകമായ മുറിവേൽപ്പിക്കൽ തുടങ്ങി സുപ്രധാനമായ വകുപ്പുകളെല്ലാം കുറ്റകൃത്യങ്ങളെല്ലാം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് അന്ന് വിചാരണ കോടതി കണ്ടെത്തി അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇയാൾ ജയിലിലായിരുന്നു. സ്വാഭാവികമായും അപ്പീൽ പോയി. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിറ്റിഗേഷൻ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. ആ മിറ്റിഗേഷൻ അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് കോടതിയിൽ എത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ കാലയളവിൽ ഒരു വൈകൽ ഉണ്ടായത്. അതിനുശേഷം കോടതി ഈ മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയാക്കി മധ്യവേനൽ അവധിക്ക് തുറക്കുമ്പോൾ ഓർഡർ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. ഇന്ന് ലിസ്റ്റിൽ വന്നു. 1:45-ന് വിധി പറഞ്ഞു. അല്പം മുമ്പാണ് സുപ്രധാനമായ ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായത്. ഈ കേസിൽ
അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ തന്നെ, അതായത് വിചാരണ കോടതി ഉത്തരവ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത്. ഇനി ഉള്ള നടപടിക്രമം എന്ന് പറയുന്നത് തൂക്കിലേറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഔദ്യോഗികമായി ചെയ്യേണ്ടത്.